നമ്മുടെ വികസനത്തെക്കുറിച്ച് LDF ആദ്യമേ തന്നെ പറഞ്ഞിരുന്നത് സാമൂഹ്യ നിരധിഷ്ഠിതമായ വികസനമെന്നാണ്. അതേസമയം സർവതല സ്പർശിയായിരിക്കും. ഇതിൻ്റെ ഭാഗമായി സാമൂഹ്യനീതിയും സാമ്പത്തിക പുരോഗതിയും കൈകോർക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പല സംസ്ഥാനങ്ങളിലും ജനക്ഷേമവും വികസനവും തമ്മിലൊക്കെ ചില വൈരുദ്ധ്യങ്ങൾ കാണാൻ കഴിയും. എന്നാൽ നമുക്ക് രണ്ടും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നതാണ് ഇവിടുത്തെ അനുഭവം. ഒരു പ്രത്യേകത സ്ത്രീ ശാക്തീകരണ കാര്യത്തിലാണ്. ഈ ദശാബ്ദത്തിൻ്റെ പ്രത്യേക നേട്ടമായി തന്നെ അത് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. കുടുംബശ്രീയുടെ ശക്തിയിൽ സ്ത്രീകൾ സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുകയുണ്ടായി. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 2017-18 26.5%. എന്നാലത് 23-24 36.4% ഉയർന്നു. അതോടൊപ്പം വീട്ടമ്മമാർക്ക് സാമ്പത്തിക സഹായം, സ്വയം തൊഴിലവസരങ്ങൾ, സേവന മേഖലകളിൽ സ്ത്രീകൾക്ക് കൂടുതൽ പങ്കാളിത്തം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമൂഹിക ഘടനയെ വലിയ തോതിൽ സ്വാധീനിച്ചതും മാറ്റിയതുമായ ഇടപെടലായിരുന്നു. സാമൂഹ്യ സുരക്ഷയിൽ വലിയ മുന്നേറ്റമാണ് കേരളത്തിലുണ്ടായത്. ക്ഷേമ പെൻഷൻ 600 രൂപയായിരുന്നത് ഈ 10 വർഷക്കാലത്ത് അനുഭവമെടുത്താൽ 2000 രൂപയായി വർദ്ധിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് മാത്രം എടുത്താൽ 50,000 കോടി രൂപയാണ് ഇതിന് ചെലവഴിച്ചത്. അതേസമയം പട്ടയം 4 ലക്ഷത്തിലധികം പട്ടയം വിതരണം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. ലൈഫ് മിഷൻ വഴി 5 ലക്ഷത്തിലധികം വീടുകളാണ് നിർമ്മിച്ചു നൽകിയത്. അതിൽ 2 ലക്ഷത്തിലധികം വീടുകൾ പട്ടിക വിഭാഗങ്ങൾക്ക് മാത്രമായി ലഭിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ മത്സ്യത്തൊഴിലാളികൾക്കായി പുനർഗേഹം പദ്ധതി, നമ്മുടെ 60% വീടുകളിലും പൈപ്പ് ജലം എത്തിക്കാൻ നമുക്കായി. ആരോഗ്യരംഗത്ത് വലിയ മാറ്റമാണ് ഉണ്ടായത്. ഒന്ന്, തസ്തികകൾ സൃഷ്ടിച്ചതാണ്. ഈ കാലയളവിൽ 10,000-ത്തിലധികം തസ്തികകൾ ആരോഗ്യരംഗത്ത് സൃഷ്ടിച്ചു. 13,000 കോടി രൂപ ആരോഗ്യമേഖലയിൽ ചെലവഴിക്കുന്നതിനുണ്ടായി. സർക്കാർ ആശുപത്രികളിലെ OP സന്ദർശനം അത് 13 കോടിയായി ഉയർന്നു. ശിശുമരണ നിരക്ക് ഗണ്യമായി കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. രാജ്യത്തെ ആരോഗ്യ സൂചികൾ എടുത്താൽ അതിൽ ഒന്നാമതായി നിൽക്കുന്ന സംസ്ഥാനമാണ്
കേരളം. കേരളത്തിൻ്റെ പ്രത്യേകത ആരോഗ്യരംഗം പോലെ തന്നെ ഉള്ളതാണ് വിദ്യാഭ്യാസ രംഗം. വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധി, തകർന്നു പോകുമെന്ന ആശങ്ക, അതെല്ലാം ദൂരീകരിക്കാനായി. മാത്രമല്ല 11 ലക്ഷത്തിലധികം കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ പുതുതായി ചേരുന്ന അവസ്ഥയുണ്ടായി. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ വിദ്യാഭ്യാസം വ്യാപകമായി നടപ്പാക്കി. 45,000 ക്ലാസ് മുറികളാണ് സ്മാർട്ട് ക്ലാസ് റൂമുകളായത്. അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ദേശീയ തലത്തിൽ നല്ല മുന്നേറ്റം കൈവരിക്കാനായി. അടിസ്ഥാന സൗകര്യ രംഗത്ത് ഏകദേശം 2 ലക്ഷം കോടി നിക്ഷേപ പദ്ധതികളാണ് നടപ്പാക്കിയത്. ദേശീയപാത വികസനം, വിഴിഞ്ഞം തുറമുഖം, K4 ഇവയെല്ലാം കേരളത്തിൻ്റെ ഭാവി സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയായി മാറുകയല്ലേ. വലിയ മാറ്റം വ്യവസായ രംഗത്തുണ്ടായി. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ രാജ്യത്തെ തന്നെ 1-ാം സ്ഥാനം കേരളത്തിൽ ലഭിച്ചു. IT മേഖലയിൽ തൊഴിൽ 26,000-ൽ നിന്ന് 2.5 ലക്ഷമായി ഉയർത്താനായി. സ്റ്റാർട്ടപ്പുകൾ 800-ൽ നിന്ന് 7,700 കൂടുതലായി. 1,96,000 കോടി നിക്ഷേപ വാഗ്ദാനം കൊച്ചിയിലെ ആഗോള നിക്ഷേപ സംഗമത്തിൽ നമുക്ക് ലഭിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ദാവോസിൽ ആഗോള സമ്മിറ്റ് നടന്നപ്പോൾ അവിടെ ലഭിച്ച ഓഫർ 1,18,000 കോടി രൂപയുടെ നിക്ഷേപമായിരുന്നു. കേരളമാണ് നിക്ഷേപം സുരക്ഷിതമായിരിക്കുന്ന ഇടം എന്ന് വ്യവസായികളും മറ്റും ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കും. ഇതൊക്കെ ചേർന്നുകൊണ്ട് തെളിയിക്കുന്നൊരു കാര്യമാണ് നമ്മുടെ LDF ഭരണത്തിൽ പുതിയ വളർന്നു വന്ന വിശ്വാസ്യത. എന്താണോ ജനങ്ങളോട് പറയുന്നത് അത് ചെയ്യുന്ന നില എല്ലാവരും പൊതുവെ അംഗീകരിക്കപ്പെട്ടു.